സെപ്റ്റംബർ 16 കാസർഗോഡ് പുല്ലൂരിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 2 കുട്ടികളുടെ ഉമ്മയാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ്. അങ്ങനെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. യുവതിയുടെ വീട്ടുകാർ ഒരു പരാതിയുമായിട്ട് അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലെത്തി. പരാതിയിൽ ആദ്യം അന്വേഷണം പതിയെയായിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഡിവൈഎസ്പിയെ സമീപിച്ചതിന് ശേഷം അന്വേഷണത്തിൻ്റെ ഊർജം കൂടിയപ്പോൾ ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അന്വേഷണത്തിൽ പോലീസുകാർ ഭർത്താവിനെയും ഭർത്താവിൻ്റെ പിതാവിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുവതി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഗാർഹിക പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവർ പറയുന്നത്, അതുപോലെ തന്നെ പോലീസും പറയുന്നത്. ഈ യുവതിയെ ഭർത്താവിൻ്റെ പിതാവ് അടിച്ചതായിട്ടുള്ള ചില തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട്. അതായത് ഈ യുവതി തന്നെ എന്നെ ഭർത്താവിൻ്റെ പിതാവ് അടിച്ചു എന്ന് കാണിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് സാക്ഷ്യപ്പെടുത്തുന്ന ഈ യുവതിയുടെ ഭർത്താവിൻ്റെ വോയിസ് സന്ദേശവും ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ തങ്ങളുടെ മകൾ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് അവളെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു, അവളെ ഇല്ലാതാക്കുകയായിരുന്നു എന്നാണ് ഈ പിതാവും ഈ ഉമ്മയും എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞത്. വിഷയം അന്വേഷിച്ചപ്പോൾ 2 പേരും നിലവിൽ ജയിലിനകത്താണ് ഉള്ളത്. എന്തായാലും ഇവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്താണ് നിങ്ങളുടെ മകൾക്ക് സംഭവിച്ചത്? മകൾക്ക് സംഭവിച്ച എപ്പോഴും ഇയാൾ ഇങ്ങനെ പുൽമാലാക്കളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ട്. ആരാണ് ഈ ഉപ്പ? യോനെന്നെ പറഞ്ഞിട്ടേക്കുന്നതാണ് ഉപ്പാനെ, പണത്തിനും പൊന്നും. ഇപ്പം ഇയാൾ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയും കൊടുക്കുകയെല്ലാം ചെയ്യും. ഞങ്ങൾ മോള് ജീവിക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓള് നമ്മളെ വീട്ടിൽ നിൽക്കുന്നില്ല, ഓൻ നിർത്തലില്ല നമ്മളെ വീട്ടിൽ. എന്ത് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ നിർത്താതെ ആടെ തന്നെ നിൽക്കണമെന്ന് പറയല്. അങ്ങനെ ഇപ്പം പൊന്ന് വാങ്ങിക്കൊണ്ടുവരാനും ഇയാൾ പൊന്ന് വാങ്ങിക്കൊണ്ടുവരാൻ അയൽവാസി തെളിവുണ്ട്. എന്നിട്ട് നമ്മൾ പറയും, നീ പോണ്ട മോളെ, ഇങ്ങനെ പൊന്നും പൈസയും ചോദിച്ചിട്ട് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് പോണ്ട പറയുമ്പം എത്തിക്കുന്നില്ല നമ്മളെ വീട്ടിൽ. അവളെ ഭർത്താവ് നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കണം, അങ്ങനെ കഴിഞ്ഞാൽ മാപ്പിളിൻ്റെ പേർക്കാൻ നിൽക്കൽ. എന്നിട്ട് ഈ കുഞ്ഞെപ്പം പോവും. 2 ദിവസം വന്നിട്ട് ആ കുഞ്ഞിക്ക് സ്വസ്ഥതയിൽ നമ്മളെ വീട്ടിൽ നിൽക്കാൻ വിടലില്ല. എന്താണ് ഇതിന് കാരണം? സ്ത്രീധന വിഷയം തന്നെയാണോ? സ്ത്രീധനം ചോദിച്ചോണ്ട് കുൽമാലാക്കൽ തന്നെ. അത് ഈ ഉപ്പ എല്ലാവരോടും കുൽമാലാക്കും. പിന്നെ വീട്ടിലെ ഒരു സ്വസ്ഥത കൊടുക്കില്ല. നമുക്ക് ഫോൺ വിളിച്ചിട്ടും ഓളാടെ ഉണ്ടെങ്കിലും നമുക്ക് ഫോൺ വിളിച്ചിട്ട് എന്തെല്ലാം പറയും, പൊന്ന് വേണം, പൊന്നും പണവും തരണം എന്നിട്ട് ഇങ്ങനെ അയാളൊരു സ്വസ്ഥത എത്തില്ല. അങ്ങനെ ഞങ്ങളെ കുടുംബത്തിലെല്ലാം കയറി ഇറങ്ങലുണ്ട് ഇയാൾ. പൊന്നും പണവും ചോദിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടും ഉപദ്രവിക്കലും കലമ്പലെല്ലാം ഉണ്ട് ഇയാൾ. അല്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് പറഞ്ഞാൽ പോരെ, നിനക്ക് വേറൊരാളെ കെട്ടിക്കൂടെ എന്ന് ചോദിച്ചാൽ പോരെ? അന്നേരം മക്കളായ ഓക്ക് ഭർത്താവിന് എന്തോ ഒരു ഇഷ്ടമാണ് അങ്ങോട്ട്. ഓന് സപ്പോർട്ട് നിൽക്കുന്നില്ല. ഒക്കെ ഓന് പങ്ങന്മാരും ഉമ്മാവും പറയുന്നത് തന്നെ ഓനിക്ക് വാക്ക്. എന്നിട്ട് ഞാൻ വാക്കാവും ഓനോട്, ഈ കുഞ്ഞ് ഇത്ര നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ജീവിക്കുന്നത്, നിൻ്റെയൊക്കെ അയക്കുന്നത്. ഈ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കുന്നതല്ലാതെ യോനെപ്പം അവർ പറയുന്നത് മാത്രം. ഓള് വെറുതെ പറയുന്ന അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് പിന്നെയും പോയോള്. അതായത് നിങ്ങളുടെ മകള് എന്നെ വീട്ടിൽ നിന്ന് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്നെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ മകളുടെ ഭർത്താവിനോട് എപ്പോഴും വിളിച്ചു പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, വീട്ടിൽ വന്നിട്ടാകുമ്പോൾ ഇയോളെ എന്തിന് സ്വസ്ഥത ഇല്ലാതാക്കുന്ന ഒരു പിന്നെ മരുമോളെ സ്വന്തം മോളെ പോലെയല്ലേ കാണേണ്ടത്. എന്തിനൊരു ദിവസം നീ സ്വസ്ഥത കൊടുക്കാതെ എന്ത് പൊന്നും പണം ചോദിച്ചിട്ട് തന്നെ എന്ത് ഇയാളിങ്ങനെ ബുദ്ധിമുട്ടാക്കുമ്പോൾ എനിക്ക് പറഞ്ഞുകൂടെ എൻ്റെ ഉപ്പാനോടെന്ന് പറയുമ്പോൾ ഓനെന്തും ഉണ്ടലില്ല. ഉപ്പ അങ്ങനെ പറയുന്നില്ല, ഉമ്മ അങ്ങനെ പറയുന്നില്ല. എന്നിട്ട് ഇവനെ ചെറിയ കാര്യമാക്കിയിട്ട് അളക്കുവൻ എപ്പം വന്നെങ്കിലും. എൻ്റെ മുന്നെയാണ് ഈ സംഭവം നടക്കുന്ന 2 ദിവസം മുന്നേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് നല്ല പാല അനിയത്തിൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് അവള് സന്തോഷത്തോളോട് വഴിയിൽ നിന്ന് പുല്ലൂർ ഇറങ്ങി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമോ, ഇപ്പം ഞാൻ പോകുന്നെന്ന് പറഞ്ഞാണ് അവൾ പോയിന്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം രാത്രി അവൾ 10:30 പറയുന്നു, എന്നെ തച്ചിനുമ വെറുതെ തന്നെ ഒരു പ്രശ്നമില്ലാതെ വെറുതെ തന്നെ അയാൾ വടിയോട് തച്ചു. ഞാൻ വടിയോടെല്ലാം ഉണ്ടാ തല്ലല്, ഒരു മരുമകളല്ല, അത് സ്വന്തം മക്കളെയും തല്ലല്ലല്ല. അങ്ങനെ നമ്മൾ നിന്നൂടെ അവളെ, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഉപ്പാവും വരാൻ പറഞ്ഞു.
എന്നിട്ട് ഇവള് വന്ന് ഉമ്മ വരണ്ട, ഞാൻ ശുക്കൂർച്ചാണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഞാൻ വരുമ്മ, ഇല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ വരുമെന്ന്. എന്നിട്ട് രാവിലെ വരെ 12 മണി 1 മണി വരെ ഉള്ള സംസാരിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിന്. രാവിലെ 10:30 എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് എനിക്ക്. എന്നിട്ടും വിളിച്ചിട്ടും കുഞ്ഞ് എന്ത് പ്രശ്നമൊന്നുമില്ല, ഞാൻ വൈകുന്നേരം രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഫോണ് വെക്കുന്നത്. അതിന് ശേഷം വിളിച്ചിട്ടാ. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ടെൻഷനായിട്ടാണ് എൻ്റെ ചെറിയ മോളെയും ഭർത്താവിനെ അയക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വണ്ടി ഇതൊന്നുമില്ല, ചെറിയ മോൾക്ക് വണ്ടിയുണ്ട്. അങ്ങനെ ഓളെയും ഭർത്താവിനെ അയക്കുമ്പോൾ ഇങ്ങനെ അറിഞ്ഞിന്. എന്നിട്ടും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നോ ഈ അനിയത്തി അറിയും, ഓള് ഗർഭിണിയാണ് 7 മാസം. അതുകൊണ്ട് ഈ കുഞ്ഞിനോട് ആരും എൻ്റെ ഏട്ടത്തി എടുത്തോ എന്ന് ചോദിച്ചിട്ട് ഓള് കരയുമ്പം ആരും എന്ത് മുണ്ടുന്നില്ല. ആരും ഞങ്ങളോട് ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുമില്ല, അങ്ങനെ നടന്നിട്ടുണ്ടെന്നൊന്നും പറയുന്നില്ല ഞങ്ങളോട്. ഈ കുഞ്ഞ് അന്വേഷിക്കാൻ പോയതാണ്, ഏട്ടത്തിനോട് സംസാരിച്ചിട്ട് വരുന്നെങ്കിൽ വരാമില്ല നാളെയെങ്കിൽ നീ വേർക്ക് പോകണം എന്തായിന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിനി. ഉപദ്രവിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് തീരെ സ്വസ്ഥത ഇല്ല. ഇനി ഓള് പോണിട്ട് പ്രശ്നം തലേ ദിവസം രാത്രി എന്നെ തള്ളിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മ പ്രശ്നമാക്കിയിട്ട് നിന്നെ കൂട്ടിയിട്ട് വരുന്നത്, ഇനി ഇങ്ങനത്തെ ഒരു ഭർത്താവ് നമുക്ക് വേണ്ടാകുമ്പോൾ കുഞ്ഞ് പറയുന്നത് എനിക്ക് ശുക്കൂർച്ചാൻ എന്തായാലും വേണം, നീ പ്രശ്നമാക്കിയിട്ട് വന്നെങ്കിൽ എനിക്ക് രണ്ടാമത് പോവാൻ കഴിയില്ല, എനിക്ക് പെരക്ക് നിൽക്കാൻ കഴിയില്ല, എന്തായാലും എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, എൻ്റെ പൊന്നും പണത്തോടെല്ലാം വീട് കെട്ടിയിട്ട് എൻ്റെ പെരക്ക് നിൽക്കുമ്പോൾ ശുക്കൂർച്ച പറയും ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എന്നെ പ്രശ്നമാക്കാൻ വിടലില്ല. എപ്പോൾ ഇവിടെ പരാതി കൊടുക്കാനും കുഞ്ഞ് വിടലില്ല. എന്നിട്ട് ഓന് ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ വേറെ വിവാഹം ചെയ്യും, നിന്നെ വേണ്ടാന്ന് വെക്കും, വീട്ടുകാരോടോ ആരോടെങ്കിലും പ്രശ്നത്തിൽ നീ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഒഴിവാക്കുമെന്ന് എപ്പോഴും ഭീഷണിപ്പെടുത്തൽ. കുഞ്ഞിക്ക് ആ ഒരു പേടി തന്നെ, 2 മക്കളില്ലേ അങ്ങനെയൊക്കെ സഹിച്ചിട്ട് ജീവിക്കുക. ഉപ്പാവും ഉമ്മാവും അല്ലേ പെങ്ങന്മാരല്ല, അവരെയല്ലേ സ്നേഹിച്ചിന്, പുറത്തില്ല പെണ്ണെ സ്നേഹിച്ചിട്ട് തന്നെ ഓരോരാണ് ജീവിക്കുന്നില്ലേ ഇത് ഉപ്പാനും ഉമ്മാനെയും പെങ്ങന്മാരല്ലേ സ്നേഹിച്ചു. എന്നിട്ട് എനക്ക് സമാധാനം കുട്ടി പറഞ്ഞു തരും. സെപ്റ്റംബർ 16 നേരെ തിരിച്ച് സംഭവിച്ചല്ലേ? പ്രതീക്ഷിച്ചിട്ടേയില്ല. കുഞ്ഞ് 24 കണക്കും വിളിക്കും, ഫോൺ വിളിക്കുകയെല്ലാം ചെയ്യും. അവർ രണ്ടാമത് എന്തോ ഉപദ്രവിച്ചിട്ട് കുഞ്ഞിൻ്റെ ഫോണാ മറ്റോ വാങ്ങി വെച്ചിട്ട് എന്തോ സംഭവിച്ചതെന്നാണ് എൻ്റെ ബലമായ സംശയം. ഇവരെ കയ്യിൽ നിന്ന് എന്തോ സംഭവിച്ചതാണ്, അല്ലാതെ കുഞ്ഞ് എന്നോട് പറയും, എന്ത് ചെയ്യുമ്പോൾ എന്നോട് പറയാതിരിക്കില്ല, എപ്പം വിളിക്കും എനിക്ക്. അങ്ങനെ കുഞ്ഞിക്ക് ഇവരെ കയ്യിൽ നിന്ന് എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് ഏറ്റവും സംശയമുണ്ട്. എൻ്റെ മോളങ്ങനെ ചെയ്യേയില്ല. ഞാനെപ്പം പറയുന്നു എന്തായാലും നമ്മളെ വീട്ടിൽ നിൽക്കാം മോളെ, പോണ്ടാന്ന് എപ്പം അയക്കലില്ല, ഓളെ ഇഷ്ടത്തിന് പോലാന്ന് ഞാൻ അയക്കലേ ഇല്ല. എങ്ങനെ ആയതുകൊണ്ട് ഞാൻ അയക്കലില്ല. വീട്ടിൽ വന്നാൽ പോണ്ടാന്ന് തന്നെ ഞങ്ങൾ പറയല്. ഓൻ വന്ന കാലത്ത് എനിക്ക് പോവാ, അല്ലെങ്കിൽ ഓനിപ്പം നാട്ടിലില്ലല്ലോ എന്നിട്ട് ഇവിടെ തന്നെ നിർത്തിക്കാന്ന്. ഓള് നിൽക്കുന്നില്ല, ഓന് പറയുന്നത് കേട്ടിട്ട് തന്നെ പായലാന്നോള്. റിഷാക്കിയിട്ട് വൈകുന്നേരം വരെ ഓന് അയച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന്, റിഷാക്കിയിട്ട് ഇപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് വരെ എൻ്റെ മോള് പോയി. എങ്ങനെ ഓന് സപ്പോർട്ടില്ലാതെ ഓന് ചെയ്ത് നമ്മൾ സ്വപ്നത്തിൽ വരെ വിചാരിച്ചിട്ട് എങ്ങനെ ഒന്ന് സംഭവിക്കും. സെപ്റ്റംബർ 16 ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ നിങ്ങളുടെ മകള് വളരെ ദുഃഖത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകള് ആത്മഹത്യ ചെയ്ത സമയത്ത് നിങ്ങളത് അറിയുന്നത് കുറേ വൈകിയാണ് അല്ലേ? നമ്മൾ അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചെറിയ മോളെ ഭർത്താവും അവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു രാത്രിയിൽ, അന്നത്തെ ദിവസം 16 രാത്രിയിൽ. ആ രാത്രി അവിടെ പോയിട്ടാകുമ്പം അവർ പറഞ്ഞെന്താണ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ അതിനു മുമ്പ് വിളിച്ചിരുന്നു അവിടെ. ആത്മഹത്യ ചെയ്തതിന് ശേഷം സീരിയസ് ആയിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ, അതിൻ്റെ ശേഷം അങ്ങനെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയതിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ മോളെ അന്വേഷിച്ചിട്ട് അവിടെ ചോദിക്കുമ്പോൾ അവിടുത്തെ വാച്ച്മാൻ പറഞ്ഞ് ഇവിടെ ഒരു ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്, അത് മരിച്ചിട്ട് തന്നെ കൊണ്ടുവന്നാന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് കിട്ടിയത്. അതായത് ഇവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അഥവാ റൂമിനകത്ത് ഇങ്ങനെ ഒരു കയറിൽ അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് പോലും നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ അറിയുന്നത് ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ്. ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നുള്ളത്. അത് എനിക്ക് മുമ്പ് വരെ അവർ വിളിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് മാത്രമേ പറഞ്ഞിട്ടു. അത് അയാൾ പറഞ്ഞില്ല. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചിട്ടാകുമ്പോൾ അയാൾ ബന്ധത്തിൽപ്പെട്ട ഫോൺ എടുത്തിട്ട് പറഞ്ഞത് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് മാത്രം. ഈ മോള് പോയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഈ ചെറിയ മോളെ കാണാൻ പോയത് ഈ സംഭവം കൊണ്ട്. അന്നേരാന്ന് കുഞ്ഞി ഇത്തടുത്തു എന്നിട്ട് ഓളെ ബെഡ്റൂമിൽ പോകുമ്പോഴേക്ക് ഇങ്ങനെ ഒരു കയറ് നെയ്ത് കാണുന്നതിന് കുഞ്ഞിക്ക് ക്ഷീണമായി അനിയത്തിക്ക്. എന്നിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ ഇവരാരും ഒന്നും സംസാരിക്കുന്നില്ല. ഇവളിപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നീ നിൻ്റെ ഉപ്പാവ് ഒത്തിട്ട് എൻ്റെ ഏട്ടത്തിന് തച്ചിനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് കരയുന്നുണ്ട്. എന്നിട്ട് ഇവരാരും മിണ്ടുന്നില്ല. അങ്ങനെ അനിയത്തിൻ്റെ ഭർത്താവിനോട്
ഇവർ വിളിച്ചിട്ട് എന്തോ പറഞ്ഞതാണ്. അന്നേരം ഇവളെ പിടിച്ചിട്ട് ഞാൻ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന്. എന്നിട്ട് ഈ ഉപ്പാനെ കൂട്ടിയിട്ട് ഈ ചെറിയ മോളെ ഭർത്താവ് പോയത് ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ മോക്ക് എന്ത് സംഭവിച്ചെന്ന് പോലെ അവരൊരു വാക്ക് നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞിട്ട്. എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല. 2 ചെറിയ മക്കളുണ്ട്, അവരെ അളക്കിയിട്ടുള്ള അങ്ങനെ ചെയ്യുമെന്ന് ഒരു വിശ്വാസവും ഇല്ല എനിക്ക്. ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളത് തന്നെ 100% ഉറപ്പാണ് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത്. നല്ലോണം എൻ്റെ മോളെ തച്ചിട്ട് എപ്പം ചെറിയ ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതിന് ശേഷം അവിടെയാണ് പെങ്ങന്മാർ താമസിക്കുന്നത്. അവർ വന്നതിന് ശേഷം എപ്പം പ്രശ്നം തന്നെ. ഞാൻ പറയും നീ പോണ്ടാന്ന് എത്രയോ പറയുന്നു. ഓന് പറയുന്ന പോലെ കേട്ടിട്ട് ഓനെ സ്നേഹിച്ചത് കൊണ്ടാണ് എൻ്റെ മോളെ ജീവന് പോയിന്. നമ്മളെ വീട്ടിലോളെ നിർത്തിക്കുന്നില്ല, അതാണ് പ്രധാന കാരണം. അങ്ങനെ ഓനിങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ വാടക റൂമിൽ എൻ്റെ മോളെ എത്തിയിട്ടുണ്ടായിന്. 7-8 മാസം നല്ല സുഖത്തിലുണ്ടായിന്. രണ്ടാമത് എൻ്റെ ഉപ്പമ്മ മാറി. എൻ്റെ ഉപ്പമ്മ ഇനി എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ കൂട്ടിയിട്ട് കൊണ്ടുപോയതാണ്. ഞമ്മക്ക് പണം കോപ്പില്ലാതെ കൊണ്ട് കുഞ്ഞിങ്ങനെ തളർന്നു പോയി. ഓന് പറയുന്നതിൽ എന്നെ പിടിച്ചു നിന്ന് പോയി. എൻ്റെ ഉപ്പമ്മവും പെരയില്ല, ഞങ്ങൾക്ക് പെര വീട്. ഒരുപാട് തവണ അവളോട് പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്ക്, നമുക്ക് വേണ്ട എന്നുള്ളത് അല്ലേ? ഒരുപാട് തവണ ഓനെന്തോ ഒരു ജീവനാന്ന് ഓള് പറയും. പുറത്തില്ല വേണമല്ല, പെങ്ങന്മാരും ഉമ്മാവുപ്പ അല്ലേ, അത് സാരം ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചിട്ട് ജീവിച്ചോളൂന്ന് എപ്പോൾ പറയുള്ളൂ. ഓക്കെ, ഇത് ഈ ഭർത്താവിൻ്റെ പിതാവും ഒത്തു ചെയ്ത കാര്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഭർത്താവ് ഫോൺ വിളിച്ചെങ്കിൽ നമുക്ക് സപ്പോർട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാവും. വീട്ടിലങ്ങ് പോയിട്ട് ജീവിച്ചില്ല, ഭർത്താവ് നാട്ടിലില്ല, അപ്പം അതും ഓനെ നിർത്തിക്കില്ല. ഈ ഉപ്പാവും പെങ്ങന്മാരും ഉമ്മാവും എന്നെ ദ്രോഹിക്കുന്നു പറഞ്ഞാൽ ഓനെ വിശ്വസിക്കലുമില്ല. ചെറിയ മോള് പറയണം ഓന് വിശ്വസിക്കണമെങ്കിൽ. ആ കുട്ടിയാണ് പിന്നെയും പറയുന്നത് ഓന് അത്രയും അത്രയും ഓള് പറയുമ്പോൾ വെറുതെ പറയും നിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി നീ കള പറയുന്നതെന്ന് പറയില്ലേ ഓന് എപ്പോൾ. എന്നിട്ട് ആ മോള് വരെ എന്നോട് പറഞ്ഞു ഞാൻ ബാപ്പാനോട് പറഞ്ഞിരുന്നു. അത് പോലീസിന് നമ്മ കൊടുത്തിന്. ആ കുഞ്ഞി പറയുന്നത് പെങ്ങന്മാർ 2 പേരുണ്ട്. ഷമീമ നീലേശ്വരം പള്ളിക്കരയാന്ന് ഫലിൻ്റെ വരെ. ഓൾ ആടെയാന്നുണ്ടാലും ഓൾ ഇപ്പം ഈ പ്രസവത്തിന് ഈ വീട് കെട്ടിയതിന് ശേഷം ഇവൾ ഇവിടെ വന്നിട്ട് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാനായിട്ട് വന്നിട്ട് നിന്നിന്. മൂത്ത പെങ്ങൾ ഷായിദാന്നിട്ട് ബേക്കല. ഓളും ഏകദേശം ഇടാൻ ഈ ലോക്ക്ഡൗൺ ആയതിൻ്റെ ഷീട തന്നെ ഈ വീട്ടിൽ തന്നെ ഇവർ നിന്നിട്ട് ദ്രോഹിക്കല് കുഞ്ഞിനെ. ഈ ഉപ്പയും ഉമ്മയും നമുക്ക് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഒരു മോളെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചപ്പോൾ ആ വീട്ടിലെ പ്രശ്നങ്ങളാൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ വേദനയാണ്, രോഷമാണ് ഈ 2 പേർ ഈ വേദിയിൽ പ്രകടിപ്പിച്ചത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിലേക്ക് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ചിലരുടെ മകൾ വന്നേക്കാം. അങ്ങനെ വരുന്നവരോട് സ്വന്തം മകളോട് സ്വന്തം മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ 10% മാത്രം കാണിച്ചാൽ മതി. അധികമൊന്നും വേണ്ട. ഒരു കരുതൽ അവർക്ക് നൽകിയാൽ മതി. അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവരും അവരുടെ ഭർത്താവും ആ പരിധിക്കകത്ത് നിന്ന് സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോയേക്കും. പക്ഷെ ഒരിക്കലും സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഒരിക്കലും പണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഒരിക്കലും സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഒരിക്കലും അവളെ അധിക്ഷേപിക്കാൻ പാടില്ല. ഒരിക്കലും അവളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം നിങ്ങൾക്കും ഒരു മകളുണ്ടാകാം. ആ മകൾ മറ്റൊരു വീട്ടിലേക്ക് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാകാം. അവിടെ ഇതേപോലെ ഒരു അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം നൊമ്പരമുണ്ടാകും, എത്രത്തോളം വേദനയുണ്ടാകും. ആ വേദനയുടെ മൂർധന്യാവസ്ഥയിലാണ് ഈ 2 പേർ. ആ വേദനയുടെ പച്ചയായ മുഖങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആർക്കും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ. ഇവരുടെ സത്യത്തോടൊപ്പം ഞാൻ ഇവരുടെ കൂടെയുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.